കുടുംബക്കാരൊക്കെ നല്ല ഒരു കുടുംബ ജീവിതം അന്വേഷിച്ചുകൊണ്ട് പല ഭാഗത്തും തെരച്ചിൽ നടത്തുന്ന ഒരു പെണ്ണ്. ആ പെണ്ണിന് ചെറിയ പ്രായം, 21-22 വയസ്സ് പ്രായം. പഠനങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആർക്കും അവളെ വേണ്ട, ഒരു പുരുഷനും അവളെ വേണ്ട. ഹോസ്പിറ്റലിൽ നിന്നൊരു ചെറിയ വാർത്ത ഒരാൾ അറിഞ്ഞിട്ട് സഹോദരങ്ങളെ അതങ്ങ് പ്രചരിച്ചു പോയി. ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് എന്തിനാണ് എന്നൊരു വിവരം ചോദിച്ചപ്പോ ഒരു പെണ്ണ് അറിയാതെ പറഞ്ഞുപോയി എന്തോ ഒരു മയക്കിന് അടിമപ്പെട്ടിട്ടുണ്ട് എന്ന്. അതോടുകൂടെ ജീവിതം തകർന്നുപോയി. സുബ്ഹാനമൻ ജല്ല ജലാലുഹു. വിശദമായി രക്ഷിതാവ് അന്വേഷണം നടത്തിയപ്പോ 8 വർഷം മുമ്പ് നടത്തിയൊരു പഠനയാത്രയിൽ തന്റെ കൂടെയുള്ള കൂട്ടുകാരി കൈമാറിയത് ഒഴിവ് കിട്ടുന്ന ഒരു നേരത്തൊരു പാറയിൽ നിന്ന് പതുക്കെ ഇരുന്നിട്ടൊന്ന് വലിച്ചൂതിയപ്പോ ഒരു ചെറിയ ആനന്ദം കണ്ടപ്പോ അതിൽ കുടുങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. എത്രമാത്രം വലിയ വിപത്താണെന്നറിയുമോ? രാത്രിയും പകലുമൊക്കെ എത്രയാ ഈ രൂപത്തിലുള്ള ആളുകൾ പിടിക്കപ്പെടുന്നത്, എത്രയാ അപകടങ്ങൾ നടക്കുന്നത്, എത്രമാത്രമാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്, നിയന്ത്രണം ഇല്ലാതെ എത്രയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. അപ്പോഴാണ് ബാക്കിയുള്ള രക്ഷിതാക്കളൊക്കെ അവരെ മക്കളെ പറ്റി ചിന്തിച്ചത്. പലരും അപ്പോഴാണ് മേൽപോട്ട് നോക്കുന്നത്. അവരോടൊക്കെ ആ നാട്ടിലെ ഉസ്താദ് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നിങ്ങളുടെ മക്കളുടെ ഭാവി തകർക്കാനും നശിപ്പിക്കാനുമായിട്ട് നല്ലൊരു വിങ് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം നിങ്ങളെ മക്കളെ സുഖിപ്പിക്കലോ മറ്റോ അല്ല, ബിസിനസ് മാത്രമാണ്. അവർക്ക് കാശ് കിട്ടിയാൽ മതി. കാശ് കിട്ടാൻ ഏതെങ്കിലും ഒരാള് ഒരു ടൈമിലൊന്ന് നോക്ക്, നിനക്ക് പറ്റൂലെങ്കിൽ നീ വിട്ടേ എന്നൊരു ഉപദേശം കൊടുത്തപ്പോഴേക്ക് ഒരാൾ ആരുമില്ലാത്ത നേരല്ലേ, ഒന്ന് നോക്കുക. അതൊക്കെ അല്ലേ ഇപ്പൊ ജീവിതത്തിലെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഒന്ന് അടിച്ചു നോക്കിയപ്പോ പിശാച് അവന്റെ തലയിൽ കയറുന്നത്. എന്തൊരു സ്വാദ്!